പണി കുഞ്ഞുങ്ങളിലെ ഹൃദ്രോഗം. തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രോഹിത് രാജ് GR സംസാരിക്കുന്നു. കുട്ടികളുടെ ഹൃദ്രോഗങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് ജന്മനാ ഉള്ള ഹൃദയവൈകല്യങ്ങളെന്നും മറ്റൊന്ന് ജന്മനാ അല്ലാതെയുള്ള ഹൃദ്രോഗം. അതിൽ കുട്ടികളിൽ സാധാരണയായി കാണപ്പെടുന്നത് ജന്മനാ ഉള്ള ഹൃദയവൈകല്യങ്ങൾ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഹൃദയത്തിലെ ഹോൾ, ഹൃദയത്തിന്റെ ഭിത്തിയിലെ ദ്വാരം എന്നൊക്കെ പറയുന്നത് ഉൾപ്പെടെയുള്ള ജന്മനാ ഉള്ള ഹൃദയവൈകല്യങ്ങൾ. അപ്പൊ ഈ ജന്മനാ ഉള്ള ഹൃദയവൈകല്യങ്ങൾ എന്തുകൊണ്ടുണ്ടാകും? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ഭ്രൂണത്തിൽ നിന്നും മനുഷ്യരൂപത്തിലേക്ക് ഓരോ അവയവ സംവിധാനവും അതിസൂക്ഷ്മവും സങ്കീർണവുമായ ഒരു വികാസ പരിണാമ പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പൊ ഹൃദയത്തിന്റെ വളർച്ചയിലും ഈ വികാസ പരിണാമ പ്രക്രിയയിലെ ഏതെങ്കിലും ഒരു ചെറിയ വ്യതിയാനം മതി ജനിക്കുന്ന കുട്ടിക്ക് ഹൃദയ വൈകല്യത്തോടുകൂടി ജനിക്കാനായിട്ട്. 1000 കുട്ടികൾ ജനിക്കുമ്പോൾ അവരിൽ 10 കുട്ടികൾക്കെങ്കിലും ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചില പ്രത്യേക കണ്ടീഷനുകളിൽ ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ കൂടുതലായി കാണാറുണ്ട്. ഒന്ന് ജനിതകമായ ക്രോമസോമൽ അനോമലീസ്, ഉദാഹരണത്തിന് ഡൗൺ സിൻഡ്രോം, ന്യൂമാൻ സിൻഡ്രോം തുടങ്ങിയ രോഗാവസ്ഥകളിൽ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ സാധാരണയിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. മറ്റൊന്ന് അമ്മയുടെ ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കുണ്ടാകുന്ന ചില അണുബാധകൾ, ഉദാഹരണത്തിന് റുബെല്ല പോലെയുള്ള ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ കുട്ടിക്ക് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറഞ്ഞൊരു രോഗം ഉണ്ടാകുകയും അതിന്റെ ഭാഗമായി ഹൃദയ വൈകല്യങ്ങളോടുകൂടി ജനിക്കുകയും ചെയ്യും. മറ്റൊന്ന് ഗർഭാവസ്ഥയിൽ ഷുഗർ ഉണ്ടാകുന്ന ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് എന്നൊരു രോഗാവസ്ഥ. ഇതിൽ പഞ്ചസാരയുടെ അളവ് അനിയന്ത്രിതമായി നിൽക്കുകയാണെങ്കിൽ ജനിക്കുമ്പോൾ കുട്ടിക്ക് ഹൃദയ വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഭ്രൂണത്തെ ബാധിക്കുന്ന ചില മരുന്നുകൾ അമ്മയ്ക്ക് കഴിക്കേണ്ടതായി വരിക. മിക്കവാറും ഗർഭാവസ്ഥയിൽ ആവശ്യമുള്ള മരുന്നുകൾ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. പക്ഷേ ചില സമയങ്ങളിൽ അമ്മയുടെ ജീവൻ നിലനിർത്തുന്നതിനായിട്ട് അല്ലെങ്കിൽ ഫിക്സ് പോലുള്ള രോഗങ്ങൾക്ക് ചില മരുന്നുകൾ കൊടുക്കേണ്ടതായി വരും. ഈ മരുന്നുകൾ ഭ്രൂണത്തെ ബാധിക്കുകയും ജനിക്കുന്ന കുട്ടിക്ക് ചില ഹൃദയ വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ ഒരു 90% ഗുരുതരമല്ലാത്തവയാണ്. നമുക്ക് ഗൗരവം അനുസരിച്ച് ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങളെ 3ആയി തിരിക്കാം. സങ്കീർണമല്ലാത്തത് അല്ലെങ്കിൽ സിമ്പിൾ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, സങ്കീർണമായവ അതായത് കോംപ്ലക്സ് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, അല്ലെങ്കിൽ അതീവ ഗുരുതരമായ ക്രിട്ടിക്കൽ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് എന്നിങ്ങനെ നമുക്ക് 3ആയി തരംതിരിക്കാം. ഇതിൽ സിമ്പിൾ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ സങ്കീർണമല്ലാത്ത ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹൃദയത്തിന് സാധാരണയായി ഒരു 4 അറകളാണുള്ളത്. ഒരു വലതുവശമുണ്ട്, ഒരു ഇടതുവശമുണ്ട്. വലത് മേലറയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് തിരിച്ചു വരുന്ന രക്തം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പോയി ഓക്സിജനും മറ്റ് ന്യൂട്രീഷനും ഒക്കെ കൊടുത്ത് തിരിച്ചു വരുന്ന ഓക്സിജന്റെ അളവ് കുറഞ്ഞ രക്തം, നമ്മുടെ സാധാരണ രീതിയിൽ അശുദ്ധ രക്തം എന്ന് പറയുന്ന രക്തം വലത് മേലറയിൽ വന്ന് അവിടുന്ന് ട്രൈക്കസ്പിഡ് വാൽവ് എന്ന ഒരു വാൽവിലൂടെ കടന്ന് വലത് കീഴറയിലെത്തുന്നു. വലത് കീഴറയിൽ നിന്ന് പൾമണറി ആർട്ടറി എന്നൊരു മഹാധമനിയിലൂടെ പമ്പ് ചെയ്ത് ഇത് ലങ്സിലെത്തുന്നു. ലങ്സിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ അകത്ത് ഓക്സിജന്റെ അളവ് കൂടുതലാണ്. ലങ്സിൽ വെച്ച് ഒരു ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് നടക്കുകയും ലങ്സിൽ നിന്ന് ഹൃദയത്തിലേക്ക് തിരിച്ചു വരുന്ന രക്തത്തിന്റെ അകത്ത് ഓക്സിജന്റെ അളവ് കൂടുതലുമാണ്. ഇതിനെയാണ് ശുദ്ധരക്തം എന്ന് സാധാരണ രീതിയിൽ പറയുന്നത്. ഈ ശുദ്ധരക്തം പൾമണറി വെയിൻ എന്നൊരു രക്തധമനിയിലൂടെ ഇടത്തെ മേലറയിൽ വരികയും അവിടുന്ന് മൈട്രൽ വാൽവ് എന്നൊരു വാൽവിലൂടെ കടന്ന് ഇടത്തെ കീഴറയിൽ വന്ന് അവിടുന്ന് അയോട്ട എന്നൊരു രക്തധമനിയിലൂടെ പമ്പ് ചെയ്ത് ശരീരം മുഴുക്ക ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്യും. ഇതാണ് സാധാരണ രീതിയിൽ ഹൃദയത്തിന്റെ അകത്ത് നടക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വലതുവശം അശുദ്ധ രക്തവും ഇടതുവശം ശുദ്ധരക്തവുമാണ് മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലരാതിരിക്കാനായിട്ട് ഒരു ഭിത്തി പോലുള്ള സെപ്പറേഷൻ ഉണ്ട്. അപ്പൊ സങ്കീർണമല്ലാത്ത ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഭിത്തികൾക്ക് ഉള്ള ഹോൾ അല്ലെങ്കിൽ ദ്വാരങ്ങൾ എന്നാണ്. സാധാരണ രീതിയിൽ ജനിച്ച ഉടനെ തന്നെ ഇവയ്ക്ക് ചികിത്സ ആവശ്യമില്ല. പക്ഷേ കുട്ടി വളരുന്നതിനൊപ്പം തന്നെ ഈ ദ്വാരങ്ങൾ അതേ കണക്ക് നിലനിൽക്കുകയാണെങ്കിൽ അവയുടെ പ്രകൃതി അനുസരിച്ചും അവയുടെ വലിപ്പം അനുസരിച്ചും അതിന് ചികിത്സ വേണ്ടി വരും. 2 മേലറകൾക്ക് മധ്യയുള്ള ഹോളിനെ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട് അഥവാ ASD എന്നും 2 കീഴറകൾക്ക് മധ്യയുള്ള ഹോളിനെ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റോ VSD എന്നും 2 മഹാധമനികൾക്ക് ഇടയ്ക്കുള്ള കണക്ഷനെ പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് അല്ലെങ്കിൽ PD എന്നും പറയും. ഈ ASD, VSD, PDA ആണ് സിമ്പിൾ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ സങ്കീർണമല്ലാത്ത ജന്മനാ ഉള്ള ഹൃദയ വൈകല്യം. അടുത്തത് സങ്കീർണമായ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ അല്ലെങ്കിൽ കോംപ്ലക്സ് കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്. ഇതിൽ സാധാരണ ഒരു ദ്വാരം മാത്രമല്ല അതിനനുബന്ധിച്ച് മറ്റു ചില ഘടകങ്ങളും കൂടെ ചേരുന്ന രോഗങ്ങളായിരിക്കും.
ഉദാഹരണത്തിന് കുട്ടികളിൽ നീല നിറമാകുന്ന ടെട്രോളജി ഓഫ് പാലറ്റ് എന്നൊരു രോഗം. ഇതിൽ 2 കീഴറകൾക്ക് മധ്യേ VSD എന്ന് പറഞ്ഞൊരു ഹോളുണ്ട്. വലത്തെ കീഴറയുടെ ഭിത്തിക്ക് കട്ടി കൂടുതലായിട്ടുണ്ട്. വലത്തെ കീഴറയിൽ നിന്ന് ലങ്സിലോട്ട് പോകുന്ന പൾമണറി ആർട്ടറിയുടെ വാൽവിനും അതിനടുത്തുമുള്ള ചുരുക്കമുണ്ട്. അയോട്ട എന്ന മഹാധമനിക്ക് ചെറിയ സ്ഥാന വ്യത്യാസമുണ്ട്. സാധാരണ കോംപ്ലക്സ് കൺജന്റൽ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഈ സങ്കീർണമായ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾക്ക് ശസ്ത്രക്രിയ മുതലായ ചികിത്സകൾ ആവശ്യമായി. അടുത്തത് അതിഗുരുതരമായ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കൺജന്റൽ ഹാർട്ട് ഡിസീസ്. ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് ജനിച്ച ഉടനെ തന്നെ ICU അഡ്മിഷൻ, ചില മരുന്നുകൾ ജീവൻ നിലനിർത്താനായിട്ടും ഉടനെ തന്നെ അടിയന്തര ശസ്ത്രക്രിയകളും മറ്റും വേണ്ടിവരും. ഇതിന് ഉദാഹരണമായിട്ട് വരുന്നത് ലങ്സിൽ നിന്ന് ഇടത്തെ സൈഡിലേക്ക് ശുദ്ധീകരിച്ച രക്തം കൊണ്ടുവരുന്ന പൾമണറി വെയിൻസ്. ഈ പൾമണറി വെയിൻസിന്റെ ഗമനത്തിലുള്ള വ്യത്യാസവും അതിനുള്ള തടസ്സവും ഒബ്സ്ട്രക്റ്റഡ് TAPVC, അല്ലെങ്കിൽ വലത്തെ കീഴറയിൽ നിന്ന് ലങ്സിലോട്ട് രക്തം കൊണ്ടുപോകുന്ന പൾമണറി ആർട്ടറിയുടെ വാൽവിന്റെ അഭാവം, പൾമണറി അട്രീഷ്യ, അല്ലെങ്കിൽ 2 മഹാധമനികൾ തിരിഞ്ഞിരിക്കുന്ന ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് എന്ന അവസ്ഥ. ഇടത്തെ കീഴറയ്ക്ക് വലിപ്പക്കുറവ് ഉണ്ടാകുന്ന ഹൈപ്പോപ്ലാസ്റ്റിക് ലെഫ്റ്റ് ഹാർട്ട് സിൻഡ്രോം, 2 മഹാധമനികളുടെയും വാൽവുകൾക്കുള്ള അതിഭീകരമായ ചുരുക്കം. ഇവയെല്ലാം ജനിച്ച ഉടനെ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ നവജാത ശിശുവിന്റെ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന രോഗങ്ങളാണ്. ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഗർഭാവസ്ഥയിൽ തന്നെ ഈ ഹൃദയ വൈകല്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ടെസ്റ്റാണ് ഫീറ്റൽ എക്കോ എന്നുള്ളത്. ഗർഭാവസ്ഥ 18 ആഴ്ചയ്ക്കും 22 ആഴ്ചയ്ക്കും ഇടയ്ക്കാണ് ഫീറ്റൽ എക്കോ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ കുട്ടിയുടെ ഹൃദയ സംബന്ധമായി എന്തെങ്കിലും വലുതായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഫീറ്റൽ എക്കോയിലൂടെ തന്നെ ആദ്യമേ അറിയുകയും അതിനനുസരിച്ചിട്ട് കുട്ടിയുടെ ഡെലിവറി മെഡിക്കൽ കോളേജുകളിലോ മറ്റു ഉയർന്ന ആശുപത്രികളിലോ നടത്താനും ഉടനെ തന്നെ ഹൃദയ സംബന്ധമായ ചികിത്സകൾ നടത്തുവാനും സാധിക്കും. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഫീറ്റൽ എക്കോ എന്നുള്ളത് ഹൃദയ സംബന്ധമായ വലിയ രോഗങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ അമ്മയുടെ വയറ്റിന്റെ അകത്തുള്ള കുട്ടിയുടെ ഹൃദയം അത് എത്രത്തോളം ചെറിയ ഒരെണ്ണമാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിലെ ചെറിയ ചെറിയ ദ്വാരങ്ങൾ പോലെയുള്ള ഡിഫക്റ്റുകൾ ചിലപ്പോൾ കണ്ടെത്താൻ വിഷമമായിരിക്കും ഫീറ്റൽ എക്കോ. ജനിച്ചു കഴിഞ്ഞ് കുട്ടിയിൽ ഹൃദയ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെതായ ചില രോഗലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. സാധാരണയായി പാല് കുടിക്കുമ്പോഴത്തേക്കുള്ള ശ്വാസം മുട്ട്, പാല് കുടിക്കുമ്പോൾ നെറ്റിയിൽ അധികമായി വിയർപ്പ് വരിക, നീല നിറമാവുക, ബാക്കിയുള്ള കുട്ടികളുടെ കണക്ക് കുട്ടിക്ക് തൂക്കം വെക്കാതിരിക്കുക, കുട്ടി വളരുമ്പോൾ അടിക്കടി ലങ്സിൽ അണുബാധ വരുന്ന ന്യൂമോണിയ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക, വലിയ കുട്ടികളാണെങ്കിൽ ഓടിക്കളിക്കുമ്പോഴത്തേക്ക് ശ്വാസം മുട്ട്, നീല നിറം, സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ ചിലപ്പോൾ ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങൾ കൊണ്ടാകാം. മറ്റൊന്ന്, ഇന്ന് കേരളത്തിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് എന്ന് പറഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ഓക്സിജന്റെ അളവ് നോക്കുന്ന ഒരു പരിശോധനയുണ്ട്. ഇതിന്റെ അളവ് കുറഞ്ഞിരിക്കുമ്പോഴും ഹൃദയ വൈകല്യങ്ങൾ മൂലമുള്ള കാരണം കൊണ്ടാകാം എന്ന് സംശയിച്ച് നമ്മുടെ അടുക്ക പരിശോധനയ്ക്കായിട്ട് വരാറുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങളുള്ള കുട്ടികളെ നമ്മളൊരു ശിശുരോഗ വിദഗ്ധന്റെ അടുത്ത് കൊണ്ടു ചെല്ലുമ്പോൾ പരിശോധിക്കുമ്പോൾ സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ ഹൃദയത്തിന്റെ ശബ്ദത്തിന്റേതായ ചെറിയ വ്യത്യാസങ്ങൾ കേൾക്കാൻ സാധിക്കുന്നതാണ്. ചിലപ്പോൾ വാൽവിന് ചുരുക്കമോ മറ്റു ദ്വാരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മർമർ പോലുള്ള സൗണ്ടുകളും കേൾക്കാൻ സാധിക്കുന്നതാണ്. പിന്നുള്ള 2 പരിശോധനകളാണ് എക്സ്റേ, ECG എന്നിവ. എക്സ്റേയിൽ ഹൃദയത്തിന്റെ വലിപ്പ കൂടുതലായിട്ടോ അല്ലെങ്കിൽ ലങ്സിലോട്ടുള്ള രക്തയോട്ടത്തിന്റെ കൂടുതലോ കുറവോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എക്സ്റേയിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ECGയിലും ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങളുടെ വ്യത്യാസങ്ങൾ ചിലപ്പോൾ കണ്ടെന്നിരിക്കും. ഇതെല്ലാം അല്ലാതെ ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് എക്കോ കാർഡിയോഗ്രഫി എന്ന് പറഞ്ഞൊരു പരിശോധനയിലൂടെയാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്നത് ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങളെ പറ്റിയാണ്. ജന്മന അല്ലാത്ത ഹൃദ്രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന്, നമ്മുടെ സന്ധിവാതം പോലുള്ള വാദപ്പനി വന്നതിന് ശേഷം ഹാർട്ടിന്റെ വാൽവിനെ ബാധിക്കുന്ന റൊമാറ്റിക് ഹാർട്ട് ഡിസീസ്. ഇത് പണ്ടുകാലത്ത് ധാരാളമായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇത് കുറഞ്ഞു വരികയാണ്. മറ്റൊന്ന്, ചില ഇൻഫെക്ഷൻസ് വരുമ്പോൾ ഹൃദയത്തിനെയും കൂടെ ബാധിക്കുന്ന തരത്തിലുള്ള അണുബാധകൾ. പിന്നെ ഹൃദയത്തിലോട്ട് രക്തം കൊണ്ടുപോകുന്ന കൊറോണറി ആർട്ടറിയുടെ ഡയലറ്റേഷൻ വികസിച്ചിരിക്കുന്ന ഒരു രോഗാവസ്ഥയുണ്ട്. ഇതും കൂടാതെ ഹൃദയത്തിന്റെ മിടിപ്പ്, ഒന്നിൽ ഹൃദയമിടിപ്പ് അധികമായി കൂടുന്ന ടാക്കിയറിത്മിയസ്, അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് വളരെ കുറയുന്ന ECGയിലെ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയാവുന്ന രീതിയിലുള്ള ചില രോഗാവസ്ഥകളും ഉണ്ട്. കുഞ്ഞുങ്ങളിലെ ഹൃദ്രോഗം. തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രോഹിത് രാജ് GR സംസാരിക്കുകയായിരുന്നു ഇതുവരെ.